ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര ഇന്ന് വേറൊരു സ്ഥലത്തോട്ടാണ്. അതായത് നമുക്കൊരു പ്രത്യേകത കൂടുതലുള്ളൊരു സ്ഥലമാണ്. കാരണം ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള ആനയെ കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കാട്ടാക്കട, ട്രിവാൻഡ്രം കാട്ടാക്കടയിൽ നെയ്യാർ ഡാം, ഇത് നമ്മുടെ ഇവിടുത്തെ മാൻ പാർക്കിൻ്റെ മെയിൻ ഗേറ്റാണ്. അപ്പോൾ ഇവിടെ പാസ് എടുത്താലേ കാണാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് മുന്നേ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കണ്ടോ, ഇതിപ്പം നമ്മുടെ കാപ്പുക്കാട് എത്തി. കാപ്പുക്കാട്, കോട്ടൂർ കാപ്പുക്കാട്. കാപ്പുക്കാട് നിന്ന് നമ്മൾ നേരെ പോകുന്നത് ആന സവാരി പാർക്കിലോട്ടാണ്. ഇവിടെ ഒരു 8-10ഓളം ആനകളുണ്ട്, പിന്നെ ചെറിയ കുട്ടി ആനകളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ടിക്കറ്റ് എടുക്കണം, എല്ലാം എടുത്തിട്ട് ഇവിടുത്തെ ചാർജൊക്കെ എത്രയാണെന്ന് നോക്കി നോക്കി. ഇവിടെ പാർക്കിംഗ് നല്ല സൗകര്യം കേട്ടോ, പാർക്കിംഗ് സൗകര്യമുണ്ട്. പിന്നെ അതുപോലെ KSRTC ബസ്സുണ്ട്, കാട്ടാക്കടയിൽ നിന്നൊക്കെ ബസ്സുണ്ട് ഇങ്ങോട്ട് വരാനായിട്ട്. നമുക്ക് നോക്കാം, ടിക്കറ്റ് എടുക്കട്ടെ എന്തായാലും. ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത്, ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ വന്ന് കയറുന്ന ഫ്രണ്ടിൽ തന്നെയാണ് ടിക്കറ്റ്. കണ്ടോ, ചാർജൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മളെ ഇന്ത്യൻസിനും അതുപോലെ പുറത്തുള്ളവർക്ക് വേറെ ഇതാണ്. കണ്ടോ ടിക്കറ്റ് കണ്ടോ, 60 രൂപയാണ്. 15 രൂപ ബൈക്കിൻ്റെ നമ്മൾ പാർക്കിങ്ങിൻ്റെയാണ്. പാർക്കിങ്ങിന് 15 രൂപയും 60 രൂപ ഒരു ടിക്കറ്റ് ഒരാൾക്ക്. പിന്നെ നമുക്ക് മൊബൈൽ ക്യാമറ എടുക്കുന്നതിന്, ഫോട്ടോ എടുക്കുന്നതിന്, വീഡിയോ എടുക്കുന്നതിനൊന്നും വേറെ പ്രത്യേക ചാർജൊന്നുമില്ല. ഇതോ നിൽക്കുന്നുണ്ട് ഒരെണ്ണം, കണ്ടോ ഒരെണ്ണം ദാ നിൽക്കുന്നുണ്ട്. ദാ നിൽക്കുന്ന ഐറ്റം മക്കളെ കണ്ടോളി, ദാ നിൽക്കുന്നു. ഇത് നമ്മൾ കയറി വരുമ്പോൾ ഫസ്റ്റ് ഉള്ള ആനയാണ്. ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഇതിനെ കുറച്ചുകൂടി അടുത്തോട്ട് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ അങ്ങോട്ട് പോകാൻ നമുക്ക് പറ്റത്തില്ല. ഇവിടെ ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ കമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ കണ്ടോ, ഇതൊക്കെയാണ് ആനയ്ക്കുള്ള പുല്ല്, ആന കഴിക്കുന്ന പുല്ല്. ഇതിനെന്തോ ഒരു പേരുണ്ട്, ആ പേരെനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമുക്ക് നോക്കാം, നമുക്ക് ഇനിയും ആനകളുണ്ട് ഇതിൻ്റെ അകത്ത്, നമുക്ക് പോയി നോക്കാം. ഇതാണ്ടോ, ഇത് കാലൊക്കെ കെട്ടിയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആള് ചില്ലറക്കാരനല്ല. പാപ്പാൻ എന്തോ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. കണ്ടോ, പല മോഡലിലാണ്, പല രീതിയിലാണ് ഇതാ നിൽക്കുന്നത്. ഇതൊക്കെ ഏത് മോഡലാണെന്ന് നമുക്കറിയില്ല. ഓ മൈ ഗോഡ്, നല്ല ഷേപ്പ്. അതാ കിടന്ന് ആന കിടന്ന്. ഇനി പാപ്പൻ കിടക്കാനാണോ പറഞ്ഞത്? അതാ വടിയൊക്കെ അവിടെ വച്ചിട്ടുണ്ട് കേട്ടോ. ആന എണീറ്റ് ഓടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആനപ്പാപ്പൻ വടിയൊക്കെ എടുത്ത് വെച്ചിരിക്കുക. അതാണ്ട് തൊട്ടിയിൽ വെള്ളം വാ, അത് പൊളിച്ച് ആനയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടുത്ത് നോക്കാം. ഇവിടെ നിന്ന് ഇനി കുറച്ച് താഴോട്ട് പോകണം. കുട്ടി ആനകളൊക്കെ ഇതിനു മുന്നേ ഇവിടെ ആയിരുന്നു ഇട്ടിരുന്നതാണ്ടോ, നിൽക്കുന്നുണ്ടോ ജില്ലാടി നിൽക്കുന്നുണ്ടോ. ഇതൊക്കെ ആ കെട്ടിൽ ചങ്ങല കെട്ടിയിട്ടിരിക്കുക കാലിൽ. നമ്മളാ കെട്ടൊക്കെ അഴിച്ച് വന്നു കഴിഞ്ഞാൽ തീർന്നു. എനിക്കാണെങ്കിൽ ആനയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാട്ടോ. ഞാൻ തൊട്ടടുത്തൊന്നും പോയൊന്നുമല്ല വീഡിയോ എടുത്തത്, കുറച്ച് ദൂരത്ത് നിന്നിട്ടാണ് വീഡിയോ എടുത്തത്. കാരണം നമുക്ക് പേടിയുള്ളൊരു സാധനമാണ്, ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നൊരു ഇതുമാണ്, മൃഗമാണ് ആന. കണ്ടോ, ഇത് ചെറിയൊരു പാലം അടുത്ത സൈഡിലോട്ട് കണ്ടോ. ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. ഇനിയാണ് ആനകൾ കൂടുതലുള്ളത്. നമ്മളിപ്പോൾ കണ്ടതിന് പുറമെ ഇവിടെ ഒരു വയസ്സായ ഒരു ആനയുണ്ട്, ഏറ്റവും പ്രായം കൂടിയ ആന. നമുക്ക് ആ ഒരു ആനയെ നോക്കാം. പ്രായം കൂടിയതാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും പ്രായം കൂടിയ ആന. അതിനെന്തോ ഒരു പേര് പറഞ്ഞ്, റാണയോ എന്തോ ഒരു പേരാണ് പറഞ്ഞത്, പേര് ഞാൻ മറന്നുപോയി. നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ ഗൈഡ് ചെയ്യാൻ നല്ല ആൾക്കാരാട്ടോ. ഇവിടെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതൊക്കെ പക്കയാണ്. കാരണം കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ. അവരെ ജോലി തന്നെയാണ്, ജോലിയുടെ ഭാഗമാണ്. പക്ഷേ എന്നാലും അവരുടെ പെരുമാറ്റം, നമ്മളോടുള്ള പെരുമാറ്റം, ആ ജോലിക്കാരൊക്കെ അടിപൊളിയാട്ടോ, നല്ല പെരുമാറ്റമാണ്. കണ്ടോ, ഇവിടെയാണ് ഉള്ളത്. ദാ നിൽക്കുന്നുണ്ട്. പാപ്പാനുണ്ട് കേട്ടോ, ഒരു പാപ്പാൻ കൂടെ ഉണ്ട്, വയസ്സായ ഒരാളാണ് പാപ്പാന്. കണ്ടോ, പാപ്പാനോടെ നിൽപ്പുണ്ട്, എന്തോ പറയുന്നുണ്ട്. പക്ഷേ അത് എന്താണ് നമുക്കറിയില്ല. പാപ്പാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, നമുക്ക് മനസ്സിലാവും. മലയാളം അല്ല, വേറെ ഏതോ രീതിയിലാണ് പാപ്പാൻ കിടന്ന് കൂകുന്നതാണ്, വിളിച്ചൊക്കെ കൂകുന്നതാണ്. കണ്ടോ, ഇതാ കൊണ്ടുപോകുന്നു അടുത്തൊരെണ്ണം. ഇതിനെയൊക്കെ കുളിപ്പിക്കാനാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. ഇവരെല്ലാം നേരെ വെള്ളത്തിലോട്ട് കുളിപ്പിക്കാൻ. ഇവിടെ വലിയ ഇതുണ്ട്, പുഴയുണ്ട്, അതായത് ഡാമാണ്, ഡാമിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കാപ്പുക്കാട് എന്ന് പറയും. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഇതിനെയൊക്കെ കൊണ്ടുപോകും. നമ്മളിപ്പോൾ കണ്ടില്ലേ, ആ വയസ്സായ ആനയാണിത്. ആ നിൽക്കുന്ന ചേച്ചി അവിടുത്തെ ജോലിക്കാരി കേട്ടോ, ഇവിടുത്തെ ഫുള്ള് ഗൈഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ആളാണ്. പിന്നെ ഇനി കാണിച്ചു തരാം, ഇനിയുണ്ട് ആനകൾ. ഇപ്പോൾ വരും, ഒരു സൈഡിൽ നിന്ന് എല്ലാവരും കൂട്ടത്തോടെ വരും. എല്ലാവരെയും ഒരുമിച്ച് കുളിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ്. കുളിപ്പിച്ചിട്ടൊക്കെയാണ് എല്ലാവരും ഇതിന് ഭക്ഷണം കൊടുക്കുന്നത്. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് എല്ലാവർക്കും ഒരുമിച്ച് ഒരിടത്ത് നിർത്തിയിട്ടാണ് ഒരു ഭക്ഷണമൊക്കെ കൊടുത്ത്
പിന്നെ പുല്ലൊക്കെ കൊടുത്ത് നേരെ കൊണ്ടുപോയി കെട്ടുന്നത്. നമുക്ക് നോക്കാം. കണ്ടോ ഒരെണ്ണം അവിടെ മതിലിൻ്റെ അകത്തുനിന്ന് വരുന്നുണ്ട്. കണ്ടോ ഒരെണ്ണം. അത് ഇത്തിരി സൈസ് ഉണ്ട് കേട്ടോ, നല്ല സൈസ് ഉണ്ട്, ചെറുതൊന്നുമല്ല. സൈസുള്ള ആന തന്നെയാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ആനയുടെ അടുത്ത് പോവാം. ആന ഒന്ന് വെള്ളത്തിൽ ഇറങ്ങട്ടെ, വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകാം, അതാ നല്ലത്. നമുക്ക് നോക്കാം. കണ്ടോ ഒരുപാട് ആൾക്കാർ അടുത്തിട്ട്. കണ്ടോ അതൊരു കുഞ്ഞാന കേട്ടോ, വെള്ളത്തിൽ നിൽക്കുന്ന ഒരു കുഞ്ഞാനയാണ്, ഒരു കുഞ്ഞാന. അതിൻ്റെ കൂടെ ഒരു പാപ്പാനുണ്ട്. ഈ വലിയ ആന അവിടെ നിർത്തിയിരിക്കുക. ആ കുഞ്ഞാനയെ കയറ്റിയിട്ട് ഇതിനെ അങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇറക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഞാൻ അപ്പോഴത്തേനും വേറെ ആനകളെ കാണിച്ചു തരാം. അപ്പുറത്തെ സൈഡിലോട്ട് 2-3 ആനകളെ വെള്ളത്തിലോട്ട് കൊണ്ടുപോയായിരുന്നു. അത് നമുക്ക് നോക്കി നോക്കാം എവിടെയാണെന്ന്. കൊണ്ടുപോകുന്നു, ഒരെണ്ണത്തിനെ കൊണ്ടുപോകുന്നു. ഇനി വെള്ളത്തിനകത്തൊരുത്തനുണ്ടായിരുന്നു, അത് കാണാനില്ല, അത് കയറിപ്പോയി. ഇവരെയൊക്കെ കുളിപ്പിച്ച് അടിപൊളിയാക്കി ഇപ്പോൾ തിരിച്ചു കൊണ്ടുപോകും. നേരെ കൊണ്ടുപോയി ഓരോ ഭാഗങ്ങളിൽ അതിൻ്റെയൊക്കെ സ്ഥാനങ്ങളിൽ കൊണ്ട് നിർത്തും. ഇതാ നിൽപ്പുണ്ട്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത് വെള്ളത്തിൽ നിൽക്കുന്നത്. ഇതിൻ്റെ പാപ്പാനാണ് കേട്ടോ. ഇതാ അടുത്ത് വേറൊന്ന്. ഇത് നമ്മൾ കണ്ടതാണ്. ഇതാണ്ട് അടുത്ത് വേറെ ഒന്ന് നിൽപ്പുണ്ട്. എല്ലാം കൂടെ കുറേ ഉണ്ട് കേട്ടോ. ഇത് 6-7 ഒന്നുമല്ല, ഇനി കുറേ കുട്ടിയാനകളൊക്കെ ഉണ്ട്. കുട്ടിയാനകളെ കാട്ടിൽ കൊണ്ടുപോയിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇതിനുള്ളിൽ എന്തോ എല്ലാവരും കൂടെ കൊണ്ടുപോയിരിക്കുക ആനപ്പാപ്പാന്മാർ. അപ്പോൾ അതിന് വൈകുന്നേരം വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അതിനു വേണ്ടി നോക്കാൻ നിന്നില്ല, അതിനുള്ള ടൈം നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് അതിന് മുന്നേ തന്നെ ഞാൻ ഇവിടെ നിന്ന് തിരിച്ച് നോക്കിക്കണ്ടോ